ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നോമ്പ് കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ആത്മപരിശോധന നടത്തുകയും സ്വയം ശിക്ഷണത്തിലൂടെ ക്രിസ്തുവിൻ്റെ പാദമുദ്രകളെ പിന്തുടരുകയും ചെയ്യുന്ന കാലമാണ് നോമ്പ് കാലഘട്ടം. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന കാലഘട്ടമായി ഇത് മാറണം. ദൈവവചനം അടിസ്ഥാനമാക്കി സ്വയം ശോധനയിലൂടെ നമ്മുടെ ജീവിതങ്ങളെ ധന്യമാക്കണം. സമർപ്പണത്തിൻ്റെയും വെടിയലിൻ്റെയും നാളുകളാണിത്. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന കാലഘട്ടം. അല്പസമയത്തെ ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കയീനെയും ഹാബേലിനെയുമാണ്. അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വലിയ സത്യമാണ്. ദൈവം നമ്മൾ എന്ത് സമർപ്പിക്കുന്നു എന്നതല്ല നോക്കുന്നത്, മറിച്ച് അത് എങ്ങനെ, എന്ത് മനസ്സോടെയാണ് സമർപ്പിക്കുന്നത് എന്നതാണ്. കയീനും ഹാബേലും ദൈവത്തിന് നേർച്ചകൾ അർപ്പിച്ചു. ഹാബേൽ തന്റെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ലതിനെ തന്നെ സമർപ്പിച്ചു. എന്നാൽ കയീന്റെ ഏറ്റവും മികച്ചതാണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നില്ല. കാരണം ഹാബേലിന്റെ സമർപ്പണം സത്യസന്ധമായ ഭക്തിയും സമർപ്പിതമായ ഹൃദയവുമായിരുന്നു. എന്നാൽ കയീന്റെ സമർപ്പണത്തിൽ ആ ആത്മാർത്ഥത കുറവായിരുന്നു. അർപ്പണമായ ആരാധന എന്നാൽ ശുദ്ധമായ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക, നമ്മുടെ ഏറ്റവും മികച്ചത് ദൈവത്തിന് സമർപ്പിക്കുക, വെറുമൊരു ചടങ്ങാവാതെ ആത്മാർത്ഥതയോടെ ആരാധിക്കുക. കയീന്റേത് അരമനസ്സോടെയുള്ള ആരാധനയായിരുന്നു. അത് സ്വീകരിക്കപ്പെടാത്തത് കണ്ടപ്പോൾ അവന് അസൂയ നിറഞ്ഞു. സ്വയം തിരുത്തുന്നതിനു പകരം അവൻ വീണ്ടും പാപത്തിലേക്ക് വീണു. ദൈവകോപത്തിന് അവൻ ഇരയാവുകയും ചെയ്തു. ഈ ത്യാഗത്തിൻ്റെയും നവീകരണത്തിൻ്റെയും കാലഘട്ടത്തിൽ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായി ദൈവത്തെ സേവിക്കുക. ചെറിയ കാര്യങ്ങൾ പോലും സമർപ്പണത്തോടെ ചെയ്യുമ്പോൾ ദൈവത്തിന് വിലപ്പെട്ടതാണ്. ദൈവം പൂർണ്ണതയുള്ള മനുഷ്യരെയല്ല അന്വേഷിക്കുന്നത്, സത്യസന്ധമായ ഹൃദയങ്ങളെയാണ്. നാം ഏവരും ഹാബേലിനെ പോലെ ആയിരിക്കട്ടെ. വസ്തുക്കൾ മാത്രമല്ല, നമ്മെ തന്നെയും ദൈവത്തിന് അർപ്പിക്കുക. നോമ്പ് അച്ചടക്കത്തിൻ്റെയും ഏറ്റുപറച്ചിലിൻ്റെയും സത്യസന്ധതയുടെയും സമയമാണ്. ക്രൂശിന്റെ പാത പിന്തുടരാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.